ചെയ്യുക. അത് ഓടുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമല്ലാത്തവന്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ, അൽ-സജ്ദ, യാസീൻ, അർ-റഹ്മാൻ, അൽ-വാഖിയ, അൽ-മുൽക്ക്, അൽ-ഇഖ്ലാസ്, മുഅവ്വിദതൈൻ എന്നീ സൂറത്തുകളും മുതലായ ആയത്തുകൾ പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. വിജയം അതിനാൽ നേടാനാവും. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. മുൽക്കിനെ പറ്റി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ